നമസ്കാരം. ന്യൂസ് ഇൻഡിപെൻഡന്റ് സ്പീഡ് ന്യൂസ് 20ലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ജനനി. ഇപ്പോഴത്തെ പ്രധാന വാർത്തകൾ. അയർലൻഡിൽ ഒരു മാസത്തിനിടെ 26 മരണം. ഒരു മാസത്തിനിടെ ലഹരി ഉപയോഗിച്ച് വാഹനം ഓടിച്ചതിന് അറസ്റ്റിലായത് 700-ലധികം പേർ. മരിച്ചത് 26 പേർ. ഉൽപ്പന്നം തിരിച്ചുവിളിച്ചു. വിഷാംശം കണ്ടെത്തിയതിനെ തുടർന്ന് ഐറിഷ് വിപണിയിൽ നിന്നും നെസ്ലയുടെ കൂടുതൽ ഉൽപ്പന്നങ്ങൾ തിരിച്ചുവിളിച്ച് ഫുഡ് സേഫ്റ്റി അതോറിറ്റി. എതിർത്ത് വോട്ട് ചെയ്യും. മെർക്കോസൂർ വ്യാപാര കരാറിനെതിരെ വോട്ട് ചെയ്യാൻ അയർലൻഡ്. ഭവനവില ഉയരും. ഈ വർഷവും അയർലൻഡിൽ ഭവനവില ഉയരും. 3 മുതൽ 4% വരെ വില ഉയരാമെന്നാണ് കണക്കുകൂട്ടൽ. മലയാളി കൂട്ടായ്മ. അയർലൻഡിൽ പുതിയ മലയാളി കൂട്ടായ്മ. എൻഫീൽഡ് കേന്ദ്രമാക്കിയാണ് പുതിയ മലയാളി അസോസിയേഷൻ രൂപീകരിച്ചിരിക്കുന്നത്. അയർലൻഡിൽ ആക്ടർ അവാർഡിന് നാമനിർദ്ദേശം. ക്രിട്ടിക്സ് ചോയ്സ് അവാർഡിന് പിന്നാലെ ഐറിഷ് നടി ജെസ്സി ബക്ലിയെ തേടി മറ്റൊരു അംഗീകാരം കൂടി. ആക്ടർ അവാർഡിനും നാമനിർദ്ദേശം ചെയ്യപ്പെട്ടു. ട്രോളികളിൽ 670 പേർ. അയർലൻഡിലെ ആശുപത്രികളിൽ കിടക്കക്ഷാമം രൂക്ഷമാകുന്നു. 670 പേരാണ് കിടക്കകൾക്കായി കാത്തിരിക്കുന്നത്. ഹമാസ് നേതാവ് പാകിസ്ഥാനിലെ തീവ്രവാദ ക്യാമ്പിൽ. ഹമാസ് നേതാവ് ഖാലിദ് മെഷാലിന്റെ പ്രത്യേക പ്രതിനിധിയായ നാജി സഹീർ പാകിസ്ഥാനിലെത്തി. ലഷ്കർ ഇ ത്വയ്ബ ഭീകര ക്യാമ്പിൽ നടന്ന പരിപാടിയിൽ മുഖ്യാതിഥിയായി. ക്യാപ്റ്റൻ സ്ഥാനം തെറിച്ചേക്കും. ആഷസ് പരമ്പരയിലെ ദയനീയ തോൽവിക്ക് പിന്നാലെ ഇംഗ്ലണ്ട് ടെസ്റ്റ് ടീം വൈസ് ക്യാപ്റ്റനായ ഹാരി ബ്രൂക്കിന്റെ സ്ഥാനം നഷ്ടപ്പെട്ടേക്കുമെന്ന് റിപ്പോർട്ട്. തിലക് വർമ്മയ്ക്ക് പരിക്ക്. ന്യൂസിലൻഡിനെതിരായ 2020 പരമ്പരയ്ക്ക് ആഴ്ചകൾ ശേഷിക്കെ ഇന്ത്യൻ താരം തിലക് വർമ്മയ്ക്ക് പരിക്ക്. അടിയന്തര ശസ്ത്രക്രിയ നടത്തി. കേരളത്തിൽ മഴ. കേരളത്തിൽ ജനുവരി 8 മുതൽ 12 വരെ മഴയ്ക്ക് സാധ്യത. ജനുവരി 10 ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ശൈത്യം കനക്കുന്നു. അയർലൻഡിൽ തണുപ്പ്. ഗൊരത്തി ചുഴലിക്കാറ്റ് രൂപപ്പെടുന്ന പശ്ചാത്തലത്തിലാണ് അയർലൻഡിൽ തണുപ്പ് കനക്കുന്നത്. തിരഞ്ഞെടുപ്പിന് മുൻപ് കേന്ദ്ര ഏജൻസികളെ ദുരുപയോഗം ചെയ്ത് കേന്ദ്ര സർക്കാർ രാഷ്ട്രീയ പകപോക്കൽ നടത്തുകയാണെന്ന് പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി. അയർലൻഡിൽ വൻ നഷ്ടം നേരിട്ട് മാർക്സ് ആൻഡ് സ്പെൻസർ. 2024 നികുതിക്ക് മുൻപുള്ള നഷ്ടം 8 മില്യൺ യൂറോ കടന്നുവെന്നാണ് റിപ്പോർട്ടുകൾ. മോർട്ട്ഗേജ് നിരക്കുകളിൽ വമ്പൻ ഓഫറുകൾ പ്രഖ്യാപിച്ച് അവൻമണി. ഒപ്പം ഉപഭോക്താക്കൾക്ക് വമ്പൻ തുക ക്യാഷ് ബാക്കും വാഗ്ദാനം ചെയ്യുന്നു. അയർലൻഡിന്റെ ടൂറിസം മേഖലയിൽ 4.7 ബില്യൺ യൂറോയുടെ നിക്ഷേപം വരുന്നു. ബംഗ്ലാദേശിൽ മതനിന്ദ ആരോപിച്ച് ഹിന്ദു യുവാവ് ദീപുദാസിനെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ മുഖ്യപ്രതി യാസിൻ അറാഫത്ത് അറസ്റ്റിൽ. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ഡി മാണിക്ക് ക്ലീൻ ചിറ്റ്. ഡി മാണിക്ക് സ്വർണ്ണക്കൊള്ളയുമായി ബന്ധമില്ലെന്ന് SIT. ഇടുക്കി, കാസർഗോഡ് ജില്ലാ കോടതികളിൽ ചാവേർ ബോംബ് പൊട്ടിത്തെറിക്കുമെന്ന് ഇമെയിൽ ഭീഷണി. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി newsindependence.com എന്ന വെബ്സൈറ്റും ന്യൂസ് ഇൻഡിപെൻഡൻസ് ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം പേജുകളും വാട്സ്ആപ്പ്, യൂട്യൂബ് ചാനലുകളും സന്ദർശിക്കുക. ലൈക്ക്, കമന്റ്, ഷെയർ, സബ്സ്ക്രൈബ് എന്നിവ ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. നമസ്കാരം.